സാധാരണ രാജസ്ഥാൻ റോയൽസ് കൊല്ലങ്ങളായി ചെയ്യുന്ന അതേ പരിപാടി വീണ്ടും. ആദ്യം കുറേ 4-5 മത്സരം അടുപ്പിച്ച് ജയിക്കുന്നു. അപ്പോൾ എല്ലാവരും പറയുന്നു വാവ് രാജസ്ഥാൻ ഇങ്ങനെ ഒരു 10 വട്ടം പറയും. അത് കഴിയുന്നു, സെക്കൻഡ് ഹാഫിലേക്ക് IPL സീസൺ കിടക്കുന്നു, രാജസ്ഥാൻ തുടരെ തോൽക്കുന്നു, പ്ലേ ഓഫ് കാണാതെ പുറത്തു പോകുന്നു. ഇതിപ്പോൾ സ്ഥിരം എല്ലാ കൊല്ലവും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയും മാറിയിരിക്കുകയാണ്. ഇന്നലത്തെ മത്സരത്തിൽ രാജസ്ഥാൻ ഗുജറാത്തിനോട് തോറ്റതോടുകൂടി 5ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടെ. ഒരു സമയത്ത് ലീഗ് തുടങ്ങുമ്പോൾ ആദ്യം 4 മത്സരങ്ങൾ ജയിച്ച ടീമായിരുന്നു, 1ാം സ്ഥാനത്തുണ്ടായിരുന്ന ടീമായിരുന്നു. ഇപ്പോൾ അവസ്ഥ 5ാം സ്ഥാനത്ത്. അതും ഇന്നിപ്പോൾ ചെന്നൈ ജയിച്ച 6ാം സ്ഥാനത്തേക്ക് ഇറങ്ങും. ഇത് എന്താണ് സംഭവിച്ചത്? സ്ഥിരം സംഭവിക്കുന്നത് തന്നെ. എല്ലാ കൊല്ലവും അവർ ഭയങ്കര ഹൈപ്പിൽ വരും, സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ അവർക്ക് ആ ഹൈപ്പ് നിലനിർത്താൻ പറ്റാണ്ട് അവർ പുറത്താവും. എന്താ സംഭവിക്കുന്നത്? അവർ ബൗളിങ്ങും ബാറ്റിങ്ങും ഫീൽഡിങ്ങും ഒക്കെ സ്ട്രോങ് യൂണിറ്റാണ്. പക്ഷേ അവസാനം ഒരു 7 മത്സരം വരുമ്പോൾ അവരെ എന്താ പറയുക, തീയണഞ്ഞ ചാരായി പോയ ഒരവസ്ഥ, ഒരു തരി കനലില്ലാത്ത അവസ്ഥ. അതിപ്പോൾ പരാഗായാലും കഴിഞ്ഞ കൊല്ലം വരെ സഞ്ജു ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വിചാരിച്ചു കൊല്ലം സഞ്ജു ഇല്ലാത്തപ്പോൾ ഭയങ്കര ടീം ഭയങ്കര ചേഞ്ചായി, വൈഭവ് സൂര്യവംശമൊന്നും ഒരു കാര്യമില്ല. സ്ഥിരം പരിപാടിനെ ആവർത്തിച്ചുകൊണ്ട് ഇനി 3 മത്സരം ബാക്കിയുണ്ട് രാജസ്ഥാൻ. അതിൽ 2 ജയിച്ചാൽ അവർക്ക് കൺഫേം ചെയ്യാൻ പറ്റും അവരുടെ എന്താ പറയുക പ്ലേ ഓഫ് സ്പോട്ട്. പക്ഷെ അത് ഈ നിലയ്ക്ക് പോയി ഇപ്പോൾ അവസാനം 2 മത്സരം അവർ തോറ്റിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. ടൈറ്റ് കോമ്പറ്റീഷനാണ് ഈ വട്ടം. ടേബിളിൽ നോക്കിയാൽ നമുക്കറിയാം അവസാനം കിടക്കണ LSGക്ക് വരെ ചാൻസ് ഉണ്ട് പ്ലേ ഓഫിന്. അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. ഈ വട്ടത്തെ IPL ഭയങ്കര ഒരു ഫിനിഷിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് റൗണ്ട് വരെ പ്ലേ ഓഫ് ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ടോപ്പ് നിൽക്കണ ആരും ഉറപ്പിച്ചിട്ടുമില്ല പ്ലേ ഓഫ്. അതാണ് ഈ വട്ടത്തെ സീസണിൻ്റെ പ്രത്യേകത. അപ്പോൾ രാജസ്ഥാനൊക്കെ ഇനി തോറ്റ് കഴിഞ്ഞാൽ ഫീൽഡിൽ നിൽക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്നത്തെ മത്സരങ്ങൾ കഴിയുമ്പോൾ ടേബിൾ വീണ്ടും മറിയും. ഇനി 2 മത്സരങ്ങളുണ്ട്, ഡബിൾ ഹെഡർ ഡേ ആണ്. അപ്പോൾ അതിന് ശേഷം ടേബിളിൽ വൻ മാറ്റം ഉണ്ടാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ബാക്കി വീഡിയോ എന്നിട്ട് ചെയ്യാം.